നമസ്കാരം. ഇപ്പം നമ്മൾ ബെൽജിയം മാൽനോയ്സിനെ വാങ്ങാതിരിക്കാനുള്ള ഒരു 10 കാരണങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും എങ്കിൽ പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ എടുത്താലോ എന്ന്. ഇവനാകുമ്പോൾ ആൾ ചില്ലാണ്, പിന്നെ നമുക്ക് പറ്റിയ ആളാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ധരിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരു ജർമ്മൻ ഷെപ്പേർഡിൽ നിന്ന് നിങ്ങൾ കിലോമീറ്ററോളം അകലെ ഇരിക്കേണ്ടതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം, ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം. നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ വന്നാലോ അല്ലെങ്കിൽ ഈ പരിസരത്തൂടെ ഒരു പൂച്ച പോയാലോ അടുത്ത മരത്തിൽ നിന്ന് ഒരു അണ്ണാൻ തുമ്മിയാലോ ഒക്കെ ഇവരെ അറിഞ്ഞിരിക്കും. അതുപോലെ നമ്മൾ രാത്രി നല്ല ഉറക്കത്തിൽ ഒരു 3 മണി സമയമൊക്കെ ആകുമ്പം തൊട്ടടുത്ത മരത്തിൽ നിന്നൊരു കരിയില വീണാൽ ആ ഭീകര ശബ്ദം ഇവർ നമ്മളെ അറിയിച്ചിരിക്കും, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ രാത്രിയിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നുള്ളവർ ഇവർ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ആൾക്കാർ ഇവരുടെ ലോയൽറ്റിയെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് കേൾക്കാം. അത് കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോളുക, നിങ്ങൾക്ക് ഇനിയൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല. എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കാൻ നിങ്ങളുടെ കാലിൻ്റെ ഒപ്പം ഒരാളുണ്ടാവും. ഇവർ ഒരു കണക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിരാക്ഷസന്മാർ തന്നെയാണ്. അപ്പം അവരുടെ ഒരു ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ അവർ ഈസി ആയിട്ട് അത് തുറന്നെടുക്കും വേണമെങ്കിൽ. അതുപോലെ അവന് തികച്ചും അസൂയ തോന്നുന്ന ഒരാളാണ് ലേക്കയെ മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അവൾ പുറം ലോകം കാണാതിരിക്കാൻ അവൾക്കുള്ള ജനൽ അടച്ചു കളയും. പിന്നെ അതുപോലെ നമ്മളെ കൊണ്ട് അവന് വേണ്ടുന്ന കാര്യം, അതായത് അവൻ്റെ നോട്ടം കൊണ്ട്, ഒരു പ്രത്യേക അഭിനയത്തിലുള്ളൊരു നോട്ടം കൊണ്ട് നമ്മളെ കൊണ്ട് എന്തും അവൻ ചെയ്യിക്കും. അതായത് ഈ വീട്ടിലെ മുതലാളി അവനും സർവൻ്റ് നമ്മളുമായിരിക്കും. ആ ഒരു അവസ്ഥയിൽ അവൻ നമ്മളെ എത്തിക്കും. ഇനി അവരുടെ കോട്ടിനെ കുറിച്ച് പറയാം. അപ്പം മനോഹരമായ രോമം, ആ ഒരു കാണാൻ നല്ല രസമാണ്. ഇവർ വർഷത്തിൽ 2 പ്രാവശ്യമേ ഇവരുടെ രോമം കൊഴിച്ചിലുണ്ടാവും. അതൊരു തമാശ പറച്ചിലാണ്. അതായത് ജനുവരി മുതൽ ജൂൺ വരെ, ജൂലൈ മുതൽ ഡിസംബർ വരെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ സമയം ഇതുകൊണ്ട് ഉള്ള പ്രശ്നം, ഇപ്പം നമ്മളുടെ ഇവനെ ഒന്ന് എടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും മറ്റും, എന്തിന് നമ്മുടെ ആത്മാവിൽ പോലും ഇവൻ്റെ രോമം തന്നെ ആയിരിക്കും. അത്രയ്ക്ക് രോമമാണ്. ഇവൻ്റെ മൂക്ക് ഒരു ശരിക്കും റഡാറാണ്. നിങ്ങൾ ഒളിച്ചിരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ ഇവനത് തിരിച്ചറിയും, വന്നിരിക്കും. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ
50% ഇവന് GST കൊടുത്തേ പറ്റും. അത് നോക്കിക്കോളൂ. എണീക്കടാ. വെള്ളത്തിൽ കളിയും ചെളി വെള്ളത്തിൽ കളിയും ഒക്കെ ഇവർക്കൊരു ഹോബിയാണ്. അപ്പോൾ ഇത് വെള്ളത്തിലും ചെളിയിലും കളിച്ചതിന് ശേഷം ഇപ്പോൾ എവിടെയാണോ കൊണ്ടുവന്നിട്ട് അതൊന്ന് തുടയ്ക്കാൻ സൗകര്യം അത് നോക്കി അവർ തുടയ്ക്കും. അപ്പോൾ കട്ടിലാണെങ്കിൽ കട്ടിൽ, ബെഡ്ഷീറ്റ് ആണെങ്കിൽ ബെഡ്ഷീറ്റ്, ഇപ്പോൾ താഴെയാണെങ്കിൽ താഴെ, എന്തായാലും അവിടെ ഒരു മറിയൽ ഉണ്ട്. അപ്പോൾ അതായത് ഈ എപ്പോഴും ഈ ക്ലീനിങ് ഹോബിയായിട്ട് തോന്നുന്നവർക്ക് ഉറപ്പായിട്ടും ഇവനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലിയോയും ലൈക്കയും ഇവിടെ ഞങ്ങൾക്ക് പെറ്റാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. പിന്നെ എന്താ പറയുന്ന ഈ അൺലിമിറ്റഡ് കുരുത്തക്കേടാണ്.